SIR സമയപരിധി നീട്ടിയിരിക്കുന്നു. ഡിസംബർ 16 വരെയാണ് നീട്ടിയിരിക്കുന്നത്. TV പ്രസാദും ആദിൽ പാലോടും അരുൺ സോളമനും വിവരങ്ങളുമായുണ്ട്. കരട് പട്ടിക ഡിസംബർ 16 മാത്രമാണ്. SIR സമയപരിധി നീട്ടുന്നത് BLOമാർക്ക് ഏറ്റവും ആശ്വാസകരമായ തീരുമാനം എന്നുള്ളതാണ്. പ്രസാദ്, ഇപ്പോൾ കോടതിയിൽ പോയിട്ടും അനുകൂല തീരുമാനമുണ്ടാകാതിരുന്ന കാര്യമാണ്. കോടതി ഇടപെട്ടിട്ടില്ല. ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടെ കോൺഗ്രസും മുസ്ലിം ലീഗും സർക്കാരും കോടതിയെ സമീപിച്ചിരുന്നതാണ്. ഇപ്പോൾ അനുകൂല തീരുമാനമുണ്ടായില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. സമയപരിധി നീട്ടുന്നത് എത്രത്തോളം ആശ്വാസകരമാണ് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കൂടി സാഹചര്യത്തിൽ? പ്രസാദ്, അസ്മതി, നമുക്കറിയാവുന്നതുപോലെ BLOമാരാണ് ഇതിലാകെ പെട്ടുപോയത്. കാരണം അവർക്ക് ഒരു തരത്തിലും ചെയ്തു തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ബുദ്ധിമുട്ട് പല മേഖലകളിലും ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രക്തൻ ഖേൽക്കർ ഉൾപ്പെടെയുള്ള മുതിർന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യം അറിയാമായിരുന്നു. പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശം ഉള്ളതുകൊണ്ടാണ് അത് തന്നെ വേണം എന്ന നിർബന്ധത്തിലേക്ക് ഇവിടെയും എത്തേണ്ടി വന്നത്. കാരണം അവിടെ നിന്നുള്ള നിർദ്ദേശം അനുസരിക്കാതിരിക്കാൻ അവർക്ക് കഴിയുകയുമില്ല. പക്ഷേ പരമാവധി എന്താണ് ചെയ്യാൻ കഴിയുക, അങ്ങനെ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സർവീസ് സംഘടനകൾ അപ്പാടെ എതിർത്തു. BJP ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ കണ്ടതാണ്. ശക്തമായ എതിർപ്പ് കോൺഗ്രസും CPIM-ഉം ഉയർത്തുന്ന സമയത്തും BJP-യും ആ സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ പറയുന്നത് പത്മകുമാറിന്റെ വാക്കുകൾ നേരത്തെ പുറത്തു വന്നതുമാണ്. അതാണ് സർവകക്ഷി യോഗത്തിൽ എല്ലാ പാർട്ടികൾക്കും ഒരേ നിലപാടായിരുന്നു. പ്രസാദ്, ഇപ്പോൾ പ്രതികരണങ്ങൾ വരികയാണ്. ജോയിന്റ് കൗൺസിൽ പ്രതിനിധി J. സജീവ് ഇപ്പോൾ ടെലിഫോണിൽ. ശ്രീ സജീവ്, ഇപ്പോൾ SIR സമയപരിധി നീട്ടിക്കൊണ്ടുള്ള ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. ആശ്വാസകരമല്ലേ ആ തീരുമാനം? തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ വളരെ മുൻപേ പറഞ്ഞതാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ SIR നീട്ടിവെക്കണം എന്ന ഡിമാൻഡ് ഇത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇപ്പൊ എന്തായാലും അത് കൂട്ടാൻ തയ്യാറായെങ്കിൽ അതിനെ എനിക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല 12 ഇടങ്ങളിലാണ് തീരുമാനം വന്നിരിക്കുന്നത്. അതെ, ഇവരുടെ ഒരു സമയപരിധിക്കുള്ളിൽ, ഇവർ പറയുന്ന ടൈം ഷെഡ്യൂളിനുള്ളിൽ BLOമാരെ കൊണ്ട് ഇത്രയേറെ വോട്ടർമാരെ കണ്ടെത്തുവാനും അവരുടെ സാധ്യമല്ല. രണ്ടാമത്, ഇവർ കൊടുത്തിരിക്കുന്ന പല വിവരങ്ങൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതിന്റെ ആപ്പ് തന്നെ പ്രവർത്തനരഹിതമാവുകയുണ്ടായി. അപ്പോ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നു. 2002 വിവരങ്ങൾ പലരുടെയും വോട്ടർമാരുടെ പക്കൽ ലഭ്യമല്ല. അങ്ങനെ ലഭ്യമല്ലാത്ത വോട്ടർമാരെല്ലാം ഇതിന്റെ പുറത്തേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിനെല്ലാം ഒരു സാവകാശം വേണം. ഇതിനകത്ത് ഒന്നും കൂടെ ഞാൻ പറയാം, ഇതിനകത്ത് 2002 വിവരങ്ങൾ നൽകുമ്പോൾ 2002 സ്പൗസിന്റെ വിവരം നൽകാൻ ഇപ്പോൾ സംവിധാനമില്ല. ആ സംവിധാനം വന്നിട്ടില്ല എങ്കിൽ ഒരുപാട് പേർക്ക് വോട്ട് നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോഴും ഒരു സാങ്കേതികമായ പ്രശ്നങ്ങൾ നിൽക്കുന്നു അല്ലേ? അതെ, അത് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കുകയും ശരിയാക്കുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ശരി, ഏതായാലും ഇപ്പോൾ BLOമാരെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. വളരെ നന്ദി ശ്രീ J. സജീവ് പ്രതികരിച്ചതിന്. ശ്രീ